അദ്ധ്യായം 72 സൂറത്തുൽ ജിന്ന്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28. ഈ അദ്ധ്യായത്തിൻ്റെ പേർ ജിന്ന് എന്നും ഇതിലെ പ്രത്യേക സംസാര വിഷയം ജിന്നുകളെ സംബന്ധിക്കുന്നതും ആകുന്നു. മലക്കുകളെപ്പോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാൺമാൻ കഴിയാത്ത ഒരുതരം ആത്മീയ ജീവികളത്രേ ജിന്നുവർഗം. മലക്കുകളുടെ ആവാസസ്ഥാനം ആകാശങ്ങളാകുന്നു. എന്നാൽ ജിന്നുകളാകട്ടെ ഭൂവാസികളാണ്. മനുഷ്യർ മണ്ണിനാലും ജിന്നുകൾ അഗ്നിയാലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ചെന്ന പോലെ ജിന്നുകളെക്കുറിച്ചും അല്ലാഹുവും അവൻ്റെ പ്രവാചകന്മാരും അറിയിച്ചു തന്നതല്ലാതെ കൂടുതൽ വിവരം നമുക്ക് അറിയുവാൻ സാധ്യമല്ല. അല്ലാഹുവും റസൂലും പറഞ്ഞത് അത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ അപ്പടി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യൽ നിർബന്ധവുമാണല്ലോ. മതാനുയായികൾ പൊതുവിലും മതവിശ്വാസികളായ തത്വജ്ഞാനികളിൽ മിക്കവരും ജിന്ന് എന്നൊരു അദൃശ്യവർഗമുണ്ടെന്ന് സമ്മതിക്കുന്നവരാകുന്നു. മതാവലംബികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവരാണെന്ന് പറയാമെങ്കിലും അവരിലും ചിന്തകന്മാരായ ചിലർ മുമ്പും ഇപ്പോഴും ജിന്നിനെ സ്ഥാപിക്കുന്നവരത്രേ. വിശദാംശങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാമെന്നു മാത്രം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖുർആനും നബി വചനങ്ങളും മുഖവിലയ്ക്ക് സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവരും ശാസ്ത്രത്തിനും യുക്തിവാദത്തിനും അടിമപ്പെട്ടും ഭൗതിക ചിന്താഗതി പിടിപെട്ടുകൊണ്ടിരിക്കുന്നവരും മാത്രമേ ജിന്നുവർഗത്തെയും മലക്കുവർഗത്തെയും നിഷേധിക്കുന്നുള്ളൂ. തങ്ങൾ ഖുർആനെ നിഷേധിക്കുന്നവരല്ലെന്ന് വരുത്തിത്തീർക്കുമാറ് എത്രയോ ഖുർആൻ വചനങ്ങളെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് സംതൃപ്തരാകേണ്ടി വന്നിട്ടുണ്ട്. ഹദീസുകളുടെ നേരെ കണ്ണടച്ചും യുക്തിന്യായങ്ങൾ പറഞ്ഞും തള്ളിക്കളയുകയും ചെയ്യും. അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണ് ജിന്നുകളെന്ന് പറയുന്നതെന്നാണ് അവരുടെ ജൽപ്പനം. അവർ കൊണ്ടുവരാറുള്ള തെളിവുകളും ന്യായങ്ങളും അവയുടെ ഖണ്ഡനങ്ങളും വിവരിച്ചുകൊണ്ട് സൂറത്തു ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ ഇതിനെപ്പറ്റി നാം സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞതാണ്. ആകയാൽ ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ജിന്നുവർഗത്തെയും പിശാചുക്കളെയും കുറിച്ച് ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും നാം അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം ഈ സൂറത്തിലെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ളതാകുന്നു. ഒരു കൂട്ടം ജിന്നുകൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർ ഖുർആനിലും നബിയിലും വിശ്വസിക്കുകയും അനന്തരം തങ്ങളുടെ സമുദായത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായ സംഭവമാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയം. സ്വജനതയെ ക്ഷണിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രസ്താവനകൾ അല്ലാഹു ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ സൂറത്തിലെ സംസാര വിഷയം നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കിടയിൽ നടത്തിയ പ്രബോധനത്തിൻ്റെയും ആ ജനത അതിനെതിരെ സ്വീകരിച്ച നിലപാടിൻ്റെയും അവരുടെ പര്യവസാനത്തിൻ്റെയും ചരിത്രമാണല്ലോ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുമ്പിൽ അവിടുത്തെ ജനത കൈക്കൊണ്ട നിലപാടും നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത സ്വീകരിച്ച നിലപാടിൻ്റെ അതേ പകർപ്പു തന്നെ. ആകയാൽ നബി തിരുമേനിക്ക് ഒരു മനസ്സമാധാനവും അവിടുത്തെ ജനതയ്ക്ക് ഒരു ചരിത്ര പാഠവുമായിരുന്നു സൂറത്തു നൂഹ്. സത്യനിഷേധികൾ ഖുർആനിൽ വിശ്വസിക്കാത്തത് ഖുർആന്റെയോ നബിയുടെയോ ഏതെങ്കിലും പോരായ്മ കൊണ്ടല്ല, അവരുടെ മർക്കട മുഷ്ടി കൊണ്ട് മാത്രമാണ് എന്നും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പോലുമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജിന്നുകൾ നബിയിൽ നിന്ന് ഖുർആൻ കേട്ട മാത്രയിൽ
അതിൽ ആകൃഷ്ടരാവുകയും വിശ്വസിക്കുകയും ചെയ്തുവെന്നും മാത്രമല്ല അവർ തങ്ങളുടെ ജനതയെ അതിലേക്ക് ക്ഷണിക്കുക കൂടി ഉണ്ടായെന്നും ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു.